നമ്മൾ ഇൻസ്റ്റലേഷൻ ടെസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതേപോലെ തന്നെ ലീക്കേജ് ടെസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരിയധികം വീഡിയോസ് നമ്മുടെ ചാനലിലും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മെമ്പേഴ്സ് ഉള്ള സെക്ഷനിൽ ഈ കഴിഞ്ഞു പോയ 13 വീഡിയോസിൽ നമ്മൾ അതിനെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടെസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ഇൻസ്റ്റലേഷൻ ടെസ്റ്റർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതായിട്ടുള്ള ട്രിപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് പലർക്കും സംശയമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം കൂടിയാണ്. കാരണം എൻ്റെ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസിൻ്റെ അടുത്ത് ഒരു 3-4 വർക്കുകൾ മാത്രമാണ് അങ്ങനെ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ വന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ട്രിപ്പിംഗ് ഇഷ്യൂസ് നമ്മൾ IR വാല്യൂ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹൈ ആയിട്ടുള്ള മെഗർ വാല്യൂസ് ആയിരിക്കും കാണിക്കണം. നമ്മൾ ഇൻസ്റ്റലേഷൻ ടെസ്റ്ററിൽ ടെസ്റ്റ് ചെയ്യുന്നത് DC വോൾട്ടേജിലാണ്. അതായത് 500 വോൾട്ട് DC-യിലാണ് നമ്മുടെ ഒരു വയറിംഗ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് 500 വോൾട്ടിൻ്റെ DC സപ്ലൈ കൊടുത്തിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതിനൊരു പോരായ്മ ഉണ്ട്. അതായത് ചില എക്യുപ്മെന്റുകൾ നമ്മൾ DC വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ അതിന് പ്രശ്നങ്ങൾ കാണിക്കില്ല. പക്ഷെ അത് AC-യിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങൾ ലീക്കേജ് തുടങ്ങുന്നൊരു സാഹചര്യം വരും. പെർമനന്റ് ആയിട്ടുള്ള ലീക്കേജ് ഉണ്ടാകുന്ന സാഹചര്യം വരും.